നമസ്കാരം, ഞാൻ രഹല കൃഷ്ണ. 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഷൊർണൂരിനടുത്തുള്ള മഞ്ഞക്കാട് സ്വദേശിയായ സൗമ്യ എന്ന 23-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഒരു ക്രിമിനൽ കേസാണ് സൗമ്യ കൊലപാതക കേസ്. സംഭവം എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം നടക്കുന്നത്. പ്രോസിക്യൂഷൻ പറയുന്നതിനനുസരിച്ച് ഷൊർണൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള 23 വയസ്സുള്ള മരിച്ച പെൺകുട്ടിക്ക് എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. അവളുടെ ഇളയ സഹോദരനും അമ്മയും അടങ്ങുന്ന കുടുംബവും അവൾ സമ്പാദിക്കുന്ന മാസശമ്പളം കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. ഇടയ്ക്കിടെ അവധിക്കാലത്ത് വൈകുന്നേരം എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ അവൾ ഷൊർണൂരിലുള്ള അവളുടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. ജോലിക്കിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു യുവാവുമായി അവൾ പരിചയപ്പെട്ടു. അയാൾ അവളുടെ ചില സഹപ്രവർത്തകരുടെ സുഹൃത്തായിരുന്നു. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു. അയാൾ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഒരു കുടുംബങ്ങളും അത്തരമൊരു സഖ്യത്തിന് സമ്മതിച്ചു. അങ്ങനെ 2011 ഫെബ്രുവരി 1 മരിച്ചയാളുടെ അല്ലെങ്കിൽ സൗമ്യയുടെ വീട്ടിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്താൻ അവർ തീരുമാനിച്ചു. 2011 ഫെബ്രുവരി 1 വൈകുന്നേരം 5:30 പുറപ്പെട്ട എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ അവസാന കമ്പാർട്ട്മെന്റിൽ എറണാകുളം ടൗൺ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വനിതാ ഡിവിഷനിൽ അവൾ കയറി. ട്രെയിൻ തൃശ്ശൂരിലെത്തിയപ്പോൾ ആ വനിതാ ഡിവിഷനിലെ മിക്ക യാത്രക്കാരും ഇറങ്ങി. ട്രെയിൻ വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോൾ ആ വനിതാ ഡിവിഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും ഇറങ്ങി. അവിടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കമ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി. ആ സമയം കമ്പാർട്ട്മെന്റിന് പുറത്തു നിന്നിരുന്ന പ്രതി ജനാലയിലൂടെ തന്നെ നോക്കുന്ന വിശക്കുന്ന നോട്ടം അവൾക്ക് കാണാൻ കഴിഞ്ഞു. ട്രെയിൻ മുള്ളൂർക്കരയിൽ എത്തിയപ്പോൾ ബാക്കിയുള്ള യാത്രക്കാരും അവിടെ ഇറങ്ങുകയാണ് ഉണ്ടായത്. ആ കമ്പാർട്ട്മെന്റിലെ വനിതാ ഡിവിഷനിലെ മറ്റാരും ഇല്ലാത്തതിനാൽ സൗമ്യ അവരോടൊപ്പം ഇറങ്ങി. അവസാന കമ്പാർട്ട്മെന്റിന് തൊട്ടു മുന്നിൽ ഘടിപ്പിച്ചിരുന്ന വനിതാ കോച്ചിൽ തിടുക്കത്തിൽ പ്രവേശിച്ചു. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറച്ചുനേരം വെറുതെ കിടന്നു. പ്രതിയായ ഗോവിന്ദസ്വാമി എന്ന കുറ്റവാളിക്ക് സൗമ്യ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുവെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഷൊർണൂരിലേക്ക് നീങ്ങിയപ്പോൾ പ്രതി വേഗത്തിൽ ആ വനിതാ കമ്പാർട്ട്മെന്റിൽ കയറി ഇരയുടെ അടുത്തേക്ക് പാഞ്ഞു കയറി. പ്രതിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അലറി വിളിച്ച ഇര കമ്പാർട്ട്മെന്റിലെ പരിമിതമായ സ്ഥലത്ത് രോക്ഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവൾ ശക്തമായി ചെറുത്തുനിന്നു. അവളെ പിടികൂടി. അവളുടെ തല കമ്പാർട്ട്മെന്റിന്റെ ചുമരുകളിൽ ബലമായി ആവർത്തിച്ചിടിച്ചു. മാരകമായ പരിക്കുകൾ ഏറ്റുവാങ്ങിയപ്പോൾ അവൾ സ്തബ്ധനായി. പ്രായോഗികമായി നിശ്ചലമായി എന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ ഉച്ചത്തിലുള്ള നിലവിളികളുടെ കാറ്റു നിലവിളികളായി കമ്പാർട്ട്മെന്റിൽ അവസാനിച്ചു. ഓടുന്ന ട്രെയിനിൽ നിന്ന് അവളെ ട്രാക്കിലേക്ക് ഇറക്കി വിട്ടു. അവളുടെ മുഖത്തിൻ്റെ ഒരു വശം റെയിൽവേ ലൈനിൻ്റെ ക്രോസ് ഓവറിൽ ബലമായി ഇടിച്ചു. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പരിചയസമ്പന്നനായ പ്രതി മറുവശത്ത് ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി അവളുടെ അടുത്തേക്ക് ഓടി. അവളെ ട്രാക്കിൻ്റെ അരികിലുള്ള തണലുള്ള സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ഉയർത്തി. അയാൾ തിടുക്കത്തിൽ അവളുടെ വസ്ത്രം വലിച്ചു കീറി. തലയിലും മുഖത്തും മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു കിടക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. അയാൾ ഒരു നെക്രോഫിൽ പോലെ അഭിനയിക്കുകയായിരുന്നു. കാമവികാരത്തെ തൃപ്തിപ്പെടുത്തിയ ശേഷം പ്രതി അവളുടെ സാധനങ്ങൾ കൊള്ളയടിച്ചു. അവളുടെ ബാഗിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായി തിരഞ്ഞു. ആ പാവം പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന അവളുടെ വിലപിടിപ്പുള്ള വസ്തുവായ അവളുടെ മൊബൈൽ ഫോൺ അയാൾ കവർന്നെടുത്തു. ഇരയെ നഗ്നയാക്കി കിടത്തി ഉപേക്ഷിച്ചു. കൊള്ളയടിച്ച പണവുമായി കടന്നു കളഞ്ഞു. സൗമ്യ സഞ്ചരിച്ചിരുന്ന ആ വനിതാ കമ്പാർട്ട്മെന്റിന് മുൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ട്രെയിനിലെ 2 പുരുഷ യാത്രക്കാർ മരിച്ചയാളുടെ നിലവിളി കേട്ടു. അവരിൽ ഒരാൾ ട്രെയിൻ നിർത്താൻ അലാറാം ചെയിൻ വലിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ആ കമ്പാർട്ട്മെന്റിന്റെ വലതുവശത്തെ പിൻവശത്തെ വാതിൽ നിന്നിരുന്ന ഒരു മധ്യവയസ്കൻ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞു. അനാവശ്യമായി മറ്റുള്ളവരെ കോടതിയിലേക്ക് വലിച്ചിഴക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അയാളെ പിന്തിരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 10 മിനിറ്റിനുള്ളിൽ ട്രെയിൻ ഷൊർണൂരിലെത്തി. ഉടൻ തന്നെ അവർ ട്രെയിനിൻ്റെ ഗാർഡിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. ഇത് പ്രദേശത്തെ ചില യുവാക്കളുടെയും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ ഗാങ്മാനും ചേർന്ന് ട്രാക്കിൽ തിരച്ചിൽ നടത്തി. എല്ലാവരും റെയിൽവേ ട്രാക്കിൽ തിരച്ചിൽ നടത്തി. രാത്രി ഏകദേശം 9:30 ബലാത്സംഗത്തിന് വിധേയയായ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൻ്റെ വശത്ത് നിന്ന് ഏതാണ്ട് നഗ്നമായ നിലയിൽ സൗമ്യയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു.
സൗമ്യ ജീവനു വേണ്ടി പോരാടുന്നതും വലത് കൈ വലത് കാലും ചലിപ്പിക്കുന്നതും കാണപ്പെട്ടു. മുഖത്തും തലയിലുമുള്ള മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നത് കാണപ്പെട്ടു. ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ശ്വാസനാളത്തിൽ രക്തം ശ്വസിച്ചതിനാൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോഴേക്കും അവളുടെ ശരീരത്തിന്റെ ഇടതുവശം തളർന്നിരുന്നു. അവിടെ നിന്ന് വടക്കാഞ്ചേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഉടൻ തന്നെ അവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പ്രഥമ വിവരമൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുകയും ചേലക്കര പോലീസ് CI അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. വൈദ്യചികിത്സയും അവർക്ക് ശസ്ത്രക്രിയകളും വരെ നടത്തി. സൗമ്യയ്ക്ക് സാധ്യമായ എല്ലാ വൈദ്യസഹായങ്ങളും പിന്തുണയും നൽകി. അതിനുശേഷവും അവരുടെ അവസ്ഥ ഒരിക്കലും മെച്ചപ്പെട്ടില്ല. അവർ വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടർന്നു. 2011 ഫെബ്രുവരി 6 ആയപ്പോഴേക്കും അവരുടെ നില വളരെ മോശമായിക്കൊണ്ടിരുന്നു. പെരിഫറൽ പൾസുകൾ അനുഭവപ്പെട്ടില്ല. 2030 ന്യൂറോ സർജൻ നടത്തിയ അവസാന കൺസൾട്ടേഷനിൽ ECG ഫ്ലാറ്റ് ലൈൻ ആണെന്നും BP റെക്കോർഡുകൾ ചെയ്യാൻ കഴിയുന്നില്ലെന്നും ഹൃദയ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലെന്നും കണ്ടെത്തിയിരുന്നു. ആ ദിവസം 3 മണിക്കാണ് അവർ മരിച്ചതായി പ്രഖ്യാപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൃശൂർ MCHലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷേർലി വാസു മറ്റ് 5 ഡോക്ടർമാരുടെ സഹായത്തോടെ മരിച്ചയാളുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന മരണകാലത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഇപ്രകാരമാണ്: മരിച്ചയാളുടെ മരണം തലക്കേറ്റ മൂർച്ചയുള്ള പരിക്കുകൾ മൂലമാണ്. വീഴ്ച, വായുമാർഗങ്ങളിലേക്ക് രക്തമൊഴുകുന്നത്, പരിക്കേറ്റതിനെ തുടർന്ന് സുരക്ഷിതമല്ലാത്ത അബോധാവസ്ഥയിൽ തലച്ചോറിന് ഓക്സിജൻ ക്ഷതം എന്നിവയുൾപ്പെടെയുള്ള സങ്കീർണതകൾ മൂലമാണ് മരണം സംഭവിച്ചത്. ആക്രമണത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ഫലമായുണ്ടായ പരിക്കുകയും അവർ കാണിച്ചു. മരണസമയത്ത് അവർക്ക് ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. വിചാരണയും വിധിയും ഗോവിന്ദസ്വാമി എന്ന ഗോവിന്ദച്ചാമിയിലേക്ക് പോയി. കടലൂർ ജില്ലയിലെ വിരുദാചലം സ്വദേശി സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി KN രവീന്ദ്രബാബു 2011 ഒക്ടോബർ 31 കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും 8 കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും മറ്റൊരു കവർച്ച കേസിന്റെ വിചാരണ പുരോഗമിക്കുകയാണെന്നും കാണിക്കുന്ന മുൻ ശിക്ഷകൾ തെളിയിക്കുന്ന രേഖകൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചതിനാൽ വിധി പ്രഖ്യാപനം നവംബർ 4 മാറ്റിവെച്ചു. പിന്നീട് കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. ജഡ്ജിമാരായ TR രാമചന്ദ്രൻ നായർ, B കെമാൽ പാഷ എന്നിവർ ചേർന്ന് 359 പേജുള്ള വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി വിചാരണ കോടതി വിധി ശരിവെച്ചു. സുപ്രീം കോടതി രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല C പന്ത്, ഉദയ് ഉമേഷ് ലളിത് എന്നിവരടങ്ങുന്ന ബെഞ്ച് കൊലപാതക കുറ്റം റദ്ദാക്കി. IPC സെക്ഷൻ 325 പ്രകാരം 7 വർഷത്തെ കഠിന തടവ് വിധിച്ചു. മരിച്ചയാളുടെ മരണം 1-2 പരിക്കുകൾ കൂടിച്ചേർന്നാണ് സംഭവിച്ചത്. വായുമാർഗങ്ങളിലേക്ക് രക്തമൊഴുകുന്നത് ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ, അനോക്സിക് തലച്ചോറിന് കേടുപാടുകൾ സംഭവിച്ചു. ലൈംഗിക അതിക്രമത്തിനായി മരിച്ചയാളെ കിടത്തിയിരുന്നതിനാലാണ് ഇത് സംഭവിച്ചതെന്ന് ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുന്നു. 1. പരിക്കിനുള്ള പ്രതിയുടെ ഉത്തരവാദിത്തം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയം ആവശ്യമില്ലെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും 2ാം പരിക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൽ നിന്നുള്ള വീഴ്ച കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് പ്രതി മരിച്ചയാളുടെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയെന്നും മരിച്ചയാൾ സ്വയം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും പറഞ്ഞ പരിക്കിന് പ്രതിയുടെ ഉത്തരവാദിത്തം ആവശ്യമില്ലായിരിക്കാം. മരിച്ചയാളുടെ ശരീരത്തിൽ ഇതിനകം തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ പ്രതി IPC 376 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം മാത്രമല്ല ചെയ്തത്, അത് വളരെ ക്രൂരവും വിചിത്രവുമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത് പഠിച്ച വിചാരണ കോടതി വിധിക്കുകയും ഹൈക്കോടതി സ്ഥിരീകരിക്കുകയും ചെയ്ത ജീവപര്യന്തം തടവ് ശിക്ഷയെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിനുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച എല്ലാ ശിക്ഷകളും ഒരേ സമയം നടപ്പിലാക്കും. ജഡ്ജിമാർ രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല ചന്ദ്രപന്ത്, ഉദയ് U ലളിത് എന്നിവരായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും ഹൈക്കോടതിയിലും പ്രോസിക്യൂഷന് വേണ്ടി A സുരേഷിനും സുപ്രീം കോടതിയിൽ KTS തുളസിയും ഹാജരായി. എല്ലാ കോടതികളിലും പ്രതിക്ക് വേണ്ടി BA ആളൂറാണ് ഹാജരായത്. പ്രതികരണങ്ങൾ സൗമ്യ കേസിൽ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയെ കഡ്ജ് പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ലഹരി വിഴുങ്ങുന്ന കേരളം.
കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ. 1968 മരിയക്കുട്ടി കൊലക്കേസ്, 1980 കരിക്കൻ വില്ല കൊലപാതകം, സുകുമാരക്കുറുപ്പ്, 2011 സൗമ്യ വധക്കേസ്, കൊല്ലം അഞ്ചൽ വധക്കേസ്, 2016 കൂടത്തായി കൊലപാതകം, 2022 പാറശാല ഷാരോൺ വധക്കേസ്, 2020 പാലത്തായി കേസ്, 2022 ഇലന്തൂർ നരബലി, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി, കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം. എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും. ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി.